ഇവൻ ഉറങ്ങുന്നത് കാണാൻ എന്തു ഭംഗിയാണ്. നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നിപ്പോവും. ഓ, ഇത് കാണുമ്പോഴാണ് എൻ്റെ കൺട്രോൾ മുഴുവനും പോകുന്നത്. എൻ്റെ കൺട്രോൾ ദൈവങ്ങളെ കൺട്രോൾ തരണേ. പാവം, നല്ല ക്ഷീണം കാണും. ഇന്നലെ അതുപോലല്ലായിരുന്നു എൻ്റെ പ്രകടനം. എന്താ ഇങ്ങനെ നോക്കുന്നേ? കണ്ടിട്ടും മതി വരുന്നില്ലേ എൻ്റെ സ്വീറ്റ് ഡാർലിങ് ഹസ്ബൻഡിന്? എനിക്കിങ്ങനെ കാണാനല്ല മതി വരാത്തത്, മറ്റു പലതിനുമാണ്. അതിന് നിൻ്റെ കയ്യിൽ വല്ല മാർഗമുണ്ടോ? മോൻ ഉദ്ദേശിച്ച എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. എന്നെക്കൊണ്ടൊന്നും കൂടുതൽ പറയിപ്പിക്കരുത്. എന്തായിരുന്നു ഇന്നലെ? 10 ദിവസം പട്ടിണി കിടന്ന് കടുവേനെ പോലായിരുന്നു ആക്രമണം. മനുഷ്യനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കിടക്കാൻ പോലും പറ്റുന്നില്ല. എന്നിട്ട് പറയുന്ന കേട്ടോ, മനുഷ്യനെ ഈ സ്ഥിതിയിൽ എത്തിച്ചിട്ട് മതിയാവുന്നില്ലെന്ന്. അല്ലേ? മര്യാദയ്ക്ക് എഴുന്നേറ്റ് പൊക്കോണം, ഇല്ലെങ്കിൽ ഞാൻ ചവിട്ടി താഴെ ഇറക്കും, കേട്ടല്ലോ. അതിന് ഞാൻ എന്ത് ചെയ്തു? മിണ്ടി പോകരുത്. എല്ലാം ചെയ്തു വെച്ചിട്ട് അവസാനം ഒരു ചോദ്യമുണ്ട്. അതിന് ഞാൻ എന്ത് ചെയ്തു? പോയി റെഡിയാവാൻ നോക്ക്, ഓഫീസിൽ പോകാനുള്ളതാണ്. ആ കൊള്ളാം, പോയി റെഡിയാകാൻ പറഞ്ഞപ്പോൾ എന്തിനാ അടുത്തേക്ക് വരുന്നേ? ചേക്കെ, ഞാൻ നിൻ്റെ നെഞ്ചിൽ തല വെച്ചൊന്ന് കിടന്നോട്ടെ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ആ, ചോദിക്ക്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യശാലി ആരാണെന്ന് നിനക്കറിയാവോ? ഇല്ല. ആരാ? അത് ഞാനായിരിക്കും. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? കാരണം എനിക്ക് നിന്നെ കിട്ടിയില്ലേ. രാവിലെ നല്ല ഫോമിലാണല്ലോ. ഒന്ന് പോടാ. ഞാൻ എൻ്റെ ട്രൂ ഫീലിങ്സാണ് നിന്നോട് പറഞ്ഞത്. നിനക്കറിയാവോ, ഈ ലോകത്തിലുള്ള എന്തും ഒന്നിനെ കൊണ്ടും എന്നെ തൃപ്തനാക്കാനോ പൂർണ്ണനാക്കാനോ സാധിക്കില്ല. പക്ഷേ ഒരേ ഒരു സ്ഥലമുണ്ട്, അത് നിൻ്റെ നെഞ്ചും അതിലെ ചൂടുമാണ്. അതുകൊണ്ട് മാത്രമേ എന്നെ പൂർണ്ണനാക്കാനും തൃപ്തനാക്കാനും സാധിക്കത്തുള്ളൂ. കേൾക്കുമ്പോൾ നിനക്ക് ഭയങ്കരമായിട്ടൊക്കെ തോന്നിയേക്കാം, പക്ഷേ എൻ്റെ മനസ്സിലുള്ള ഫീലിങ്സാണിതൊക്കെ. പിന്നില്ലേ, നിനക്ക് ഇങ്ങനെ ജനിച്ചതിൽ സങ്കടമുണ്ടോ? സങ്കടമോ? കള്ളം പറയണോ സത്യം പറയണോ? സത്യം. ഓക്കെ. ആദ്യം ഒക്കെ എനിക്ക് ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു, എനിക്കെന്താ ഇങ്ങനെ ഫീലിങ്സൊക്കെ തോന്നുന്നതെന്ന്. പക്ഷേ ഇപ്പം അതില്ല. അതെന്താ ഇപ്പം ഇല്ലാത്തത്? എനിക്കങ്ങനെ ഫീലിങ്സ് ഉണ്ടായതുകൊണ്ടല്ലേ നിന്നെ കിട്ടിയത്. അതുകൊണ്ട് സത്യം സത്യം. ഇനി മതി. ചോദ്യം ഉത്തരവൊക്കെ ആവർത്തിച്ചുകൊണ്ടിരുന്നാലേ ഓഫീസിൽ പോകാൻ ലേറ്റാവും. നീ പോയി റെഡി ആയിക്കേ വേഗം. എടാ എന്തുവാ, കുറച്ചും കൂടെ പ്ലീസ്. ഒരു കുറച്ചും കൂടെ ഇല്ല, മുമ്പേ റെഡി ആയിക്കേ, ചെല്ല്. ഇവനിത് എന്തെടുക്കുക? കുറേ നേരം ആയല്ലോ ഫ്രഷ് ആക്കാൻ പോയിട്ട്, കാണുന്നില്ലല്ലോ. നീ എന്തിനാ ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുന്നേ? നീ ഇന്നലെ എന്നെ മൊത്തത്തിൽ കണ്ടതല്ലേ, A to Z. പിന്നെന്തിനാ ഇങ്ങനെ ബ്ലഷ് അടിച്ച് നിൽക്കുന്നേ? അതല്ല, നിനക്ക് എന്നെ ഇങ്ങനെ കണ്ടിട്ട് എന്തെങ്കിലും ഫീലിങ്സ് തോന്നുന്നുണ്ടോ? ഞാൻ റെഡിയാണ് കേട്ടോ. ഓ പിന്നെ ഫീലിങ്സ്, ഞാൻ നിന്നെ ഇങ്ങനെ പെട്ടെന്ന് കണ്ടപ്പോൾ ഒന്ന് ഷോക്കായി പോയതാ, അല്ലാതെ വേറൊന്നുമില്ല. നീ ഇങ്ങോട്ട് വന്നേ, നിൻ്റെ തലയിൽ വെള്ളം താഴുന്നുണ്ട്, ഞാൻ നിനക്ക് തോർത്തി തരാം, വാ. ചേക്കെ, എനിക്ക് വേദനിക്കുന്നുണ്ടാ. പയ്യെ മിണ്ടാതിരുന്നു വിയോടെ. മുടി നിറയെ വെള്ളമാണ്. ഒന്നുമില്ലെങ്കിൽ നീ ഒരു മോഡലല്ലേ വി, നിനക്ക് ഈ മുടിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചൂടെ? അതിനല്ലേ നീയുള്ളത്. ജെക്കെ, ഞാൻ ഒരു കാര്യം നിന്നോട് ചോദിച്ചോട്ടെ? അവന് വീണ്ടും തുടങ്ങിയല്ലോ, കാര്യം ചോദിച്ചോട്ടെ. നീ ചോദിക്കുവീ, നിനക്കെന്തിനാ ഇങ്ങനെ മുഖവരെയൊക്കെ? അതെ, എന്നെ ഇങ്ങനെ കെയർ ചെയ്യാൻ അവസാനം വരെ നീ എൻ്റെ കൂടെ കാണുമോ? എൻ്റെ മരണം വരെ ഞാൻ നിൻ്റെ കൂടെ കാണും. പോരെ? ഇനി മതി, വേഗം റെഡിയായി നമുക്ക് ഓഫീസിൽ പോവാം. ഇപ്പം തന്നെ ടൈം ഒരുപാടായി. നമ്മുടെ മാരേജ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഡേ ആണിന്ന്. നീ വേഗം റെഡിയായിക്കേ, വന്നേ. പിന്നെ ഒരു കാര്യം, നമ്മുടെ മാരേജ് കഴിഞ്ഞ കാര്യം തൽക്കാലം ഇപ്പോൾ ഓഫീസിൽ ആരോടും പറയണ്ട. നടക്കില്ല എന്നാ പറഞ്ഞാൽ എന്താ പ്രശ്നം? എനിക്ക് ഈ ലോകത്തിന് മുന്നിൽ വിളിച്ചു പറയണം, നീയാണ് എനിക്ക് എല്ലാം ഒന്നും.
നീയാണ് എൻ്റെ പാർട്ട്ണറെന്നും. അതൊക്കെ ശരിയാണ് വി, എനിക്കും ആഗ്രഹമുണ്ട് ഈ ലോകത്തിൻ്റെ മുന്നിൽ നീയാണ് എൻ്റെ എല്ലാം എന്ന് വിളിച്ചു പറയാൻ. പക്ഷേ നമ്മുടെ പേരൻസ് നമ്മളെ അംഗീകരിച്ചതുപോലെ ഓഫീസിലെല്ലാവരും നമ്മളെ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. നീ ഒരു കാര്യം മനസ്സിലാക്കണം, നീ ഒരു മോഡലാണ്. നമ്മളിപ്പോൾ ചെന്ന് കപ്പിളാണെന്ന് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിൻ്റെ കരിയറിനെ സാരമായിട്ട് ബാധിക്കും. അതാണ് ഞാൻ പറയുന്നത്, നീ ഒന്ന് മനസ്സിലാക്ക്. അതുകൊണ്ട് അവസാനം വരെ പറയേണ്ടെന്നാണോ നീ പറയുന്നത്? നിനക്കറിയാമോ, എൻ്റെ കരിയർ എന്നല്ല ഈ ലോകത്തിലുള്ള ഒന്നിനു വേണ്ടിയും എനിക്ക് നിന്നെ പകരം വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് അത് മറച്ചു വെക്കാനൊന്നും പറ്റില്ല. ഞാൻ ഇന്ന് തന്നെ പറയാൻ പോകും എല്ലാവരോടും. അതിന് അവസാനം വരെ പറയാതിരിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നമ്മുടെ പേരൻസ് നമ്മളെ അംഗീകരിച്ചതുപോലെ ഓഫീസിലെല്ലാവരും നമ്മളെ അംഗീകരിക്കണമെന്നില്ല. അതാ കുറച്ച് ടൈം അത് മതി. ഓഫീസിൽ അവിടുത്തെ സിറ്റുവേഷൻ എല്ലാം നോക്കി അവർ നമ്മളെപ്പോലുള്ളവരെ എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നതെന്നെല്ലാം നോക്കിയിട്ട് നല്ലൊരു സന്ദർഭം കിട്ടുമ്പോൾ പറഞ്ഞാൽ പോരെ? അത് മതി, നീ ഒന്ന് സമ്മതിക്ക്. ആ ശരി, ഞാൻ സമ്മതിച്ചു. പിന്നെ എനിക്ക് അധികം നാൾ ഇതൊന്നും മറച്ചു വെക്കാൻ പറ്റത്തില്ല. പിന്നെ വേറൊരു കാര്യം, ഞാനത് സമ്മതിക്കണമെങ്കിൽ എനിക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അത് നീ അംഗീകരിച്ചാലേ ഞാനത് സമ്മതിക്കൂ. കണ്ടീഷൻസോ? എന്ത് കണ്ടീഷൻസ്? നീ പറ. അത് വേറൊന്നുമില്ല. നീ ഈ കാര്യം പറയാൻ സമ്മതിക്കുന്നവരെ ഞാൻ മാത്രമായിരിക്കും ഇനി ടോപ്പ്. അതുകൂടാതെ ഞാൻ എപ്പോൾ ആഗ്രഹിച്ചാലും നിൻ്റെ ലിപ്പ് എനി ടൈം എനിക്ക് അവൈലബിൾ ആയിരിക്കണം. ഇതൊന്നും പറ്റത്തില്ല. ഈ കാര്യം പറയുന്നവരെ ടോപ്പ് ഒട്ടും നടക്കത്തില്ല. പിന്നെ നീ ആഗ്രഹിക്കുമ്പോഴൊക്കെ എനി ടൈം കിട്ടാൻ എൻ്റെ ചുണ്ട് വല്ല എന്താ അല്ല ATM സർവീസാണെന്ന് വിചാരിച്ചാ? ഇത് നടക്കത്തില്ലെങ്കിൽ വേണ്ട. നീ പറഞ്ഞ കാര്യവും ഞാനും നടത്തി തരത്തില്ല. ഞാൻ ഇന്ന് തന്നെ എല്ലാവരോടും പോയി പറയും നമ്മുടെ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞെന്ന്. നോക്കിക്കോ. വി, ഇതൊക്കെ കഷ്ടമാട്ടോ, നീ എന്നെ ഇങ്ങനെയൊക്കെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത്. ശരി, ഞാൻ സമ്മതിച്ച്. ഓക്കെ. വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം കേട്ടോ. പിന്നെ ഞാൻ അടുത്ത് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലാ, കേട്ടല്ലോ? ശരി, ഓഫീസെത്തി, വാ ഇറങ്ങ്. വി, വേറൊരു കാര്യം, ജാക്സൺ ഒരു കാരണവശാലും സംശയം തോന്നരുത് കേട്ടോ. അവൻ വല്ല അറിഞ്ഞാൽ പത്രത്തിൽ കൊടുക്കുന്നതിന് തുല്യമാണ്. അതോർത്ത് നീ പേടിക്കണ്ട. അവന് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ഇല്ല. അത് ശരിയാ നീ പറഞ്ഞത്. അവിടെ എന്താ ഒരാൾ പൈലറ്റിൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് നിൽക്കുന്നത്? ഇന്ന് ഇവിടെ വല്ല എയർപോർട്ടിൻ്റെ സെറ്റ് പോലെ ഇട്ടിട്ടുണ്ടോ? എവിടെ? ശരിയാണല്ലോ. അയാൾ നമ്മുടെ അടുത്തേക്കാണല്ലോ നടന്നു വരുന്നത്. അയാൾ നമ്മുടെ അടുത്തേക്കൊന്നും അല്ലെന്നോ, നമ്മളിതിനു മുമ്പ് കണ്ടിട്ട് പോലും ഇല്ല. വാ, നമുക്ക് അങ്ങോട്ട് പോവാം, ടൈമായി. വി സാർ ഒന്ന് നിന്നേ. നിങ്ങളെന്താ എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്ത് പോണത്? അതിന് താനാരാ? അത് കൊള്ളാം, സാറിന് മനസ്സിലായില്ലെന്നാ? ആക്സിഡൻറ്റ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും സാറ് എന്താ എല്ലാവരും മറന്നുപോയാ? മറന്നു പോകാനോ? അതിന് താനാരാ? നിനക്കറിയോ JK ഇയാളാരാണെന്ന്? എനിക്കറിയത്തില്ല. രണ്ടും കുറേ ദിവസത്തെ ലീവ് കഴിഞ്ഞ് വന്നപ്പോൾ എന്നെ മറന്നു. ഞാൻ ജാക്സനാണ്. ദേ കണ്ണാടി ഊരി നോക്ക്, ഞാൻ ജാക്സനാണ്. നീയാ? ഇവൻ്റെ ഒരു കോമാളി വേഷം. ജാക്സൺ സാറെപ്പോഴാണ് അതിന് പൈലറ്റായത്? അത് ഞാൻ പൈലറ്റൊന്നും ആയില്ല. പിന്നെ എൻ്റെ കൊച്ചിലെ തൊട്ടുള്ള ഒരാഗ്രഹമായിരുന്നു ഒരു പൈലറ്റ് ആകണമെന്ന്. അതാണ് ഞാൻ ഈ കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് വന്നത്. ഇതിട്ടുകൊണ്ട് ഇവിടെ ആഡിന് വരുന്ന ഡയറക്ടേഴ്സിൻ്റെ മുന്നിൽ കൂടെ നടന്ന അന്നത്തെ പോലെ എനിക്കൊരു റോള് കിട്ടിയാലോ, അതാ ഞാൻ ഇങ്ങനെ വന്നത്. ദൈവമേ, മണ്ടനെയാണല്ലോ ഞാൻ പിടിച്ച് മാനേജറാക്കിയത്. JK, നീ പറയടാ, എന്നെ ഈ കോസ്റ്റ്യൂമിൽ കണ്ട എനിക്ക് പൈലറ്റായിട്ട് റോള് കിട്ടത്തില്ലേ? പിന്നെ കിട്ടുന്നത് പൈലറ്റിൻ്റെ സർവൻ്റായിട്ടാണെന്ന് മാത്രമേ ഉള്ളൂ. കിട്ടുമല്ലേ? എനിക്കറിയായിരുന്നു. അതാ ഞാൻ ഈ കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് വന്നത്. എൻ്റെ കഴിവും എല്ലാം മനസ്സിലാക്കുന്ന ഒരുത്തൻ നീ മാത്രമേ ഉള്ളടാ. നീ എൻ്റെ പിറക്കാതെ പോയ അനിയനാടാ JK. ഇപ്പോഴും നിനക്ക് എൻ്റെ ചുണ്ടിൽ ലിപ്സ്റ്റിക് ഇടുമ്പോൾ കൈ വിറയ്ക്കുമോ? ചെറുതായിട്ട്. എനിക്കറിയില്ല, നിൻ്റെ ലിപ്പ് കാണുമ്പോൾ തന്നെ എനിക്ക് അടിമുടി വിറയ്ക്കും. നിൻ്റെ ചുണ്ടുകൾ എനിക്കിപ്പോൾ സ്വന്തമാണെന്ന് അറിയാമെങ്കിലും അതിലെനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ അവകാശമുണ്ട് എന്നെനിക്കറിയാം. പക്ഷേ എൻ്റെ മനസ്സ് പറയുന്നത് എൻ്റെ ബ്രെയിൻ കേൾക്കുന്നില്ല, അതാ. അങ്ങനെയാണല്ലേ കാര്യം. എന്നാൽ ഞാൻ ഒരു വഴി പറയട്ടെ.
നീ നിൻ്റെ ചുണ്ടിൽ ലിപ്സ്റ്റിക് ഇട്ടേ. അതെന്തിനാ അങ്ങനെ? നീ ഫസ്റ്റ് ഇട്, എന്നിട്ട് ഞാൻ പറയാം കാര്യം എന്താണെന്ന്. ആ ഇട്ടു. ഇനി എന്താ കാര്യം? കാര്യം അറിയണമെങ്കിൽ നീ എൻ്റെ അടുത്തേക്കോ. ഞാൻ പിന്നെ പറഞ്ഞല്ല തരാൻ പോണത്, കാണിച്ചാ തരാൻ പോണത്. നീ ഇങ്ങോട്ട് വന്നേ. ആ നീ വലിക്കാതെ, നീ എന്താ ചെയ്യാൻ പോണേ? അതോ, അത് ഞാൻ ഇപ്പം തന്നെ കാണിച്ചു തരാം. നീ എന്താ കാണിക്കുന്നേ? അതോ, അത് ലിപ്സ്റ്റിക് ഇടാനുള്ള പോംവഴി. ഇതോ? അതെ, ഇതാവുമ്പം ലിപ് ടു ലിപ് വൈസാവുമ്പോൾ കൈ വരയ്ക്കുന്ന പ്രശ്നം വരുന്നില്ലല്ലോ. മതി, ആരെങ്കിലും കാണും. അതിനെന്താ, എനിക്കിനി തൊട്ട് ഇങ്ങനെ ലിപ്സ്റ്റിക് ഇട്ടാൽ മതി. മതി, എനിക്ക് ശ്വാസം മുട്ടുന്ന വീട്. സോറി, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. അതാ. പിന്നെ ചേക്കെ, നിൻ്റെ ചുണ്ടുകൾക്ക് എന്തൊരു മധുരമാണ്. ഒരു പൂവിടരുന്ന പോലെയാണ് അതിൻ്റെ ഭംഗി. അതെന്നെ ശരിക്കും മത്ത് പിടിപ്പിക്കുന്നുണ്ട്. നമുക്ക് വീട്ടിലേക്ക് പോയാലോ? വീട്ടിൽ പോകാനോ? ദേവി, എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലോ. മര്യാദയ്ക്ക് ഷൂട്ടിന് പോകാൻ നോക്ക്. ഇങ്ങോട്ട് വന്നേ, വാ. ഓ, കടിച്ച് കീറണ്ട, ഞാൻ പോകാൻ പോവാ. അൺറൊമാൻറ്റിക് മൂരാച്ചി. പാവം. കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഷൂട്ട് കഴിഞ്ഞ് ജെക്കെയും വിയും കൂടെ നടന്നു വരുവാണ്. അത് കണ്ട് ജെനി അങ്ങോട്ടേക്ക് ചെന്ന് വീനെ വിളിച്ചു. ആ ജെനിയോ, എന്താണോ? അത് ചേച്ചി, താൻ കുറച്ച് നേരത്തേക്കൊന്ന് മാറി നിൽക്കാവോ? എനിക്ക് വിയോടൊരു കാര്യം പറയാനുണ്ട്. ഓ, അവളുടെ ഒരു കാര്യം മോന്തക്കെട്ടൊരു കുത്തു വെച്ച് കൊടുക്കാനാണ് തോന്നുന്നത്. അവളുടെ ഒരു കൊഞ്ചലും കുഴയലും. എന്തിനാ അവളെ പറയുന്നത്? എന്നോട് മാറി നിൽക്കാൻ പറഞ്ഞപ്പോൾ ഒന്നും വേണ്ടാതെ ബുദ്ധൂസിനെ പോലെ നിൽക്കുന്ന ഒരെണ്ണം ഉണ്ടല്ലോ അവിടെ. വരട്ടെ ഇങ്ങോട്ട്, ഞാൻ ശരിയാക്കി കൊടുക്കാം. പറയടോ, എന്താ തനിക്ക് പറയാനുള്ളത്? ഞാൻ അന്ന് പറഞ്ഞ കാര്യം. അതോ, അത് ഞാൻ അന്ന് തന്നെ പറഞ്ഞാണല്ലോ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലെന്ന്. സോറി, താനേ വേറെ ആരെങ്കിലും നോക്ക്. എന്നാൽ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഓ, ശൃംഗരിച്ചിട്ട് വരുന്നുണ്ട്, വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം. ദൈവമേ, നല്ല കലിപ്പിലാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. സാരമില്ല, നല്ലോണം ജലസടിക്കട്ടെ. അങ്ങനെങ്കിലും അവൻ്റെ വായിൽ നിന്ന് വീഴുമല്ലോ ഞാൻ അവൻ്റെ ഹസ്ബൻഡാണെന്ന്. നീ എന്താ ഇങ്ങനെ നിൽക്കുന്നേ? എങ്ങനെ നിൽക്കുന്നതെന്ന്? ഞാൻ ഇങ്ങനെ നിൽക്കാതെ പിന്നെ ഇവിടെ കിടന്ന് ചുറ്റും ഓടണം? ഇങ്ങനെ എന്താ ദേഷ്യത്തിൽ നിൽക്കുന്നതെന്നല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. അതിന് നീ ഇത്ര ചൂടാവുന്നത് എന്തിനാ? അയ്യോ പൊന്നുമോൻ, അറിയില്ലല്ലേ ഞാൻ ദേഷ്യപ്പെടുന്നതിൻ്റെ കാര്യം എന്താണെന്ന്. ഇങ്ങോട്ട് വന്നേ, ഞാനേ ഇപ്പം തന്നെ കാണിച്ചു തരാം എന്താ ദേഷ്യപ്പെടുന്നതിൻ്റെ കാരണമെന്ന്. വാ, വേഗം വാ. ചേക്ക് പതുക്കെ, നീ എങ്ങോട്ടാ എന്നെ കൊണ്ടുപോണേ? കൊല്ലാനാ? ഒരു പെണ്ണിനോട് സംസാരിച്ചു എന്ന് വെച്ച് ഇതിനൊക്കെ ആരെങ്കിലും കൊല്ലുമോ? നിനക്കെന്താ വല്ല അന്യം വല്ലതും കൂടിയാ? ചേക്ക്, നീ എന്ത് ചെയ്യാൻ പോവാ? അത് ഞാൻ പറയാനല്ല പോണത്, കാണിക്കാൻ പോവാ. കണ്ടോ ചേക്ക്? എനിക്ക് ചുണ്ട് പതി. ചേക്ക്, ശ്വാസം മുട്ടുന്നു. ചേക്ക് പ്ലീസ്. ചേക്ക്, ഇനി നീ ഏതെങ്കിലും പെൺപിള്ളാരോട് ഇങ്ങനെ സല്ലപിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഇതല്ലായിരിക്കും ഞാൻ തരാൻ പോണേ. ഇതിൻ്റെ എക്സ്ട്രീം ലെവലായിരിക്കും, കേട്ടല്ലോ? ഇത് ചേക്ക് തന്നെയാണോ? പെൺപിള്ളാരോട് സംസാരിക്കുമ്പോൾ ഇതാണ് പണിഷ്മെൻ്റ് എങ്കിൽ എനിക്കിഷ്ടമായി. എന്താ ഇതിന് മാത്രം ആലോചിച്ചുകൊണ്ട് നിൽക്കുക അവിടെ? എന്താ വരുന്നില്ലേ? ഇപ്പം തന്നെ വരാം. ബേബിയാ? അതെപ്പാ? ബേബി, നീ വന്നോ? നിന്നെ കാണാൻ വേണ്ടി ഞാൻ ഓടിച്ചാടി വരുമായിരുന്നു. ജാക്സണാ പറഞ്ഞ നീ ഇന്ന് വന്നിട്ടുണ്ടെന്ന്. നീ ഇത്ര നാൾ എവിടെയായിരുന്നു? നിന്നെ കാണാൻ വേണ്ടി ഞാൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുമായിരുന്നു. അന്നെങ്കിൽ നിനക്കതൊരു തിരിയിട്ട് കത്തിക്കാൻ പാടില്ലായിരുന്നു. ഷാവ,
നിസാർ എന്തെങ്കിലും പറഞ്ഞോ? ഞാനൊന്നും പറഞ്ഞില്ല. ദൈവമേ, ആ നോട്ട് അത്ര ശരിയല്ലല്ലോ. ഓ, എൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഇവളെവിടുന്ന് പൊട്ടിമുളച്ച് വന്ന് ജന്തു. ഓക്കെ നിസാർ, ഞാൻ ചെക്കനെ ഒന്ന് കൊണ്ടുപോവാണേ. വാ ചേക്കെ, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്. വന്നേ. ഓക്കെ. പിന്നെ ഒരു കാര്യം എനിക്ക് ജെക്കിയോട് പറയാനുണ്ട്. ജെക്കിയോട് മാത്രം. അത് പറഞ്ഞിട്ട് കൊണ്ടുപോക്കോ. ജെക്കി, എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നൈറ്റ് ഇതിൻ്റെ പണിഷ്മെൻറ്റ് വാങ്ങാൻ നീ റെഡിയായിരുന്നോ? കേട്ടോ? പോട്ടെ ബേബി. എന്നാ ഞാൻ. ദൈവമേ, നൈറ്റാ തീർന്ന്. എൻ്റെ കാര്യത്തിൽ തീരുമാനമായി. എന്ത് പറ്റി ചേക്കെ ബേബി? എന്ത് പറ്റിയെന്നോ? എല്ലാം നീ കാരണമാണ്. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട്. ഞാൻ എന്ത് ചെയ്ത്? എന്റെ ചേക്കെ ബേബിനെ കണ്ടപ്പോ ഓടി വന്നതാണോ ഞാൻ ചെയ്ത തെറ്റ്? അവളുടെ ഒരു ബേബി വിളി. നിനക്കെൻ്റെ സിറ്റുവേഷൻ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. നൈറ്റ് ഞാനാണല്ലോ പെടാൻ പോണത് ആ കടുവയുടെ കയ്യിൽ. ചിന്തിക്കാൻ കൂടി വയ്യ. നൈറ്റ് കടുവയുടെ കയ്യില? അപ്പൊ നീ നൈറ്റ് സൂല് പോകാൻ പോവാണോ കടുവയായിട്ട് കളിക്കാൻ? ഇനി ഞാനും വരുന്നുണ്ട് കടുവയായിട്ട് കളിക്കാൻ, എന്നെ കൂടെ കൊണ്ടുപോകും. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, എന്നെ കൊണ്ടത് പറയിപ്പിക്കരുത്. ഓക്കെ, നീ എന്തിനാ വന്നേന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പോകാൻ നോക്ക്. എനിക്ക് വേറെ പണിയുണ്ട്. എന്തിനാ ചേക്കെ ബേബി ചൂടാന്ന്? ഞാൻ അതിനു വേണ്ടി എന്ത് പറഞ്ഞു? എന്ത് പറഞ്ഞത് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നിനക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാൽ നീ പറഞ്ഞിട്ട് ഓക്കെ. എനിക്ക് പോകണം വേഗം. അത് ചേക്കെ ബേബിക്ക് സന്തോഷം തരുന്നൊരു കാര്യമാണ്. എനിക്ക് ചേക്കെ ബേബിനെ ഇഷ്ടമാണ്. ഹാപ്പി ആയില്ലേ? ഹാപ്പിയല്ല. റിപ്ലൈ ഇപ്പം തന്നെ തന്നേക്കട്ടെ. എനിക്ക് നിന്നെ ഇഷ്ടമല്ല. വേറൊന്നും പറയാനില്ലെങ്കിൽ ഞാൻ പോട്ടെ. ശരി. എന്താ ഇപ്പൊ ഇവിടെ നടന്നത്? ദൈവമേ, ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. നല്ല കലിപ്പിലായിരിക്കും. ഇപ്പോഴേ പോയി സോപ്പിട്ടാലേ നൈറ്റ് എന്തെങ്കിലും ഒരു ദയ കാണിക്കത്തുള്ളൂ. ചിലപ്പോൾ റൂമിൽ കാണും. അവിടെ പോയി നോക്കാം. ഇവിടെ ഉണ്ടല്ലോ. അയ്യോ, കണ്ട്. ഓടണ്ട, കണ്ടു. ഇങ്ങ് കയറി പോന്നേക്ക്. കണ്ടോ? കണ്ടു. നീങ്ങി വന്നേ, ഇവിടെ വന്നിരുന്നേ. എന്തിന്? നീ പേടിക്കണ്ട. നീ വിചാരിച്ചൊന്നിനുമല്ല. അത് ഞാൻ നൈറ്റിലേക്ക് മാറ്റി വെച്ചേക്കുക. ഇപ്പം ഞാൻ ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞതേ, ഞാൻ നിന്നെ മേക്കപ്പ് ചെയ്യാൻ പോവാ. എപ്പോഴും നീയല്ലേ എന്നെ മേക്കപ്പ് ചെയ്യുന്നത്. ഇന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ. ഞാൻ നിനക്ക് മേക്കപ്പ് ചെയ്ത് തരാം. മേക്കപ്പാ? നീ ഇവിടെ വന്നിരുന്നേ. ഇത് കൊള്ളാം. ഈ സ്റ്റൈൽ കൊള്ളാം. അടിപൊളിയായിട്ടുണ്ട്. ചേക്കെ, നിൻ്റെ കവിള് ഒരു രക്ഷയില്ല. ഇത് സോഫ്റ്റാണ്, പഞ്ഞി പോലെ ഇരിക്കുന്നത്. കടിച്ച് തിന്നാൻ തോന്നുന്നു. നൈറ്റ് ആട്ടെ, ഞാൻ എടുത്തോളാം. ഇത് കൊള്ളാമല്ലോ. സാർ ഷൂട്ടിങ്ങിന് ചെല്ലാൻ പറഞ്ഞു. എല്ലാവരും എത്തിയിട്ടുണ്ട്. വെയിറ്റിങ്ങാ. നീ പൊക്കോ, ഞാൻ വന്നേക്കാം. ചേക്കെ എന്നെ റിജക്റ്റ് ചെയ്തടി. നീ എന്നെ റിജക്റ്റ് ചെയ്തടി. സാർ നിന്നെ റിജക്റ്റ് ചെയ്താ? അയ്യോ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇനി എങ്ങനെ നമ്മൾ അവരെ ഒന്ന് വീഴ്ത്തുക? എനിക്കൊരു ഐഡിയ കിട്ടി. നമുക്കവരെ വട്ടം കാലിട്ട് വീഴ്ത്തിയാലോ? ഒന്ന് കൂടി. വട്ടം കാലിട്ട് വീഴ്ത്തി അവരെ വീഴത്തുള്ളൂ, അല്ലാതെ നമുക്ക് വീഴത്തില്ല. പിന്നെ ഒരു ഐഡിയ ഉള്ളൂ. നമുക്ക് അവരുടെ മുന്നിൽ ചെന്ന് ഒരു മരണാഹാരം കിടന്നാലോ? മരണാഹാരം കിടക്കാനാ? അതെന്ത് സാധന? മരണാഹാരം നീ കേട്ടിട്ടില്ലേ? ഈ ദിവസങ്ങളോളം പട്ടിണി കിടക്കുന്ന സമരം. അത് ഇതല്ല, എന്തായിരുന്നു നാക്കുളുക്കുന്നില്ല. നിരാഹാര സമരം. അത് കൊള്ളാം, അത് പൊളിക്കും. നമുക്ക് സമയം വഹിക്കണ്ട, ഇപ്പൊ തന്നെ നിരാഹാര സമരം തുടങ്ങാം. നീ വാ. അങ്ങോട്ട് നോക്കിക്കേ. ജെനിയും ലിസയല്ലേ അവിടെ നിൽക്കുന്നത്. എന്തോ പണിയൊപ്പിക്കാനുള്ള നിപ്പ. ശരിയാ, എനിക്കും തോന്നുന്നുണ്ട്. ഒരു വഴിയുണ്ട്. ജാക്സൺ, ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താ സാർ വിളിച്ചത്? തന്നെ വിളിപ്പിച്ചത് ജെനിയും ലിസയും അവിടെ നിൽക്കുന്നുണ്ടോ? അവർ ഞങ്ങളെ ഇഷ്ടമാണെന്നും പറഞ്ഞ് ശല്യം ചെയ്തുകൊണ്ട് നടക്കുക. താൻ അവിടെ അവരുടെ അടുത്ത് ചെന്നിട്ട് അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണം, കേട്ടോ? അതെന്തിനാ സാർ അവരെ പിന്തിരിപ്പിക്കുന്നത്?
നല്ലതല്ലേ? അത് അവരെ അങ്ങ് അക്സെപ്റ്റ് ചെയ്താൽ പോരെ? തന്നോട് പറഞ്ഞത് മാത്രം അങ്ങോട്ട് ചെയ്താൽ മതി. താൻ ഞങ്ങളെ ഉപദേശിക്കാനൊന്നും വരണ്ട കേട്ടല്ലോ. ചെന്ന് പറയാൻ നോക്ക്. ഓ, പറഞ്ഞത് മാത്രം കേൾക്കാൻ എന്താ റേഡിയോയാ? ഓ, മനുഷ്യനൊക്കെ ഇവിടെ ഒരു പെണ്ണിനെ കിട്ടാഞ്ഞിട്ട് ഇവിടെ കിട്ടിയ പെണ്ണിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ നോക്കുന്നു. ദൈവമേ, എൻ്റെയൊക്കെ ഒരവസ്ഥയെ. ആ, നിങ്ങൾ വീസാറിനെയും ചേക്കേനെയും കാത്തു നിൽക്കുവാണല്ലേ? നിങ്ങൾക്ക് അവരെ ഇഷ്ടമാണല്ലേ? ആ, അതിനെപ്പറ്റി ഒരു നഗ്നസത്യം പറയാനാണ് ഞാൻ ഇപ്പോൾ വന്നത്. സത്യോ? അതെന്ത് സത്യം? ആ ശരിയാ, അതെന്ത് സത്യം? ഈ നഗ്ന സത്യം? ആ, നഗ്നസത്യം എന്ന് പറയുമ്പോൾ ഇപ്പോൾ തുണി അതല്ല എനിക്കങ്ങനെ പറഞ്ഞു തരാനൊന്നും അറിയത്തില്ല. ഒരു സത്യം അത്രേ ഉള്ളൂ, അത് പറയാനാണ് ഞാൻ വന്നത്. സത്യോ? എന്തിനെ പറ്റിയുള്ള? ആ, അത് ഞാനിപ്പോൾ നിങ്ങളുടെ മുഖത്ത് നോക്കി എങ്ങനെ പറയുക? പറയാതിരിക്കാനും പറ്റത്തില്ല. എന്തായാലും നിങ്ങൾ അത് കേൾക്കാൻ മനസ്സിന് ശക്തി കൊടുത്തു. ഞാൻ പറയാൻ വന്നത് വേറൊന്നുമല്ല. നിങ്ങളിപ്പോൾ ജീവന് തുല്യം സ്നേഹിക്കുന്ന ജെക്കെയും വീസാറും ഇല്ലേ, അവർക്കൊരു മാരക അസുഖമുണ്ട്. എന്താ പറഞ്ഞേ? ജെക്കെ ബേബിക്ക് മാരക അസുഖോ? എന്തസുഖം? ആ, എന്തസുഖം? അത് രണ്ടുപേർക്കും ഒരുമിച്ച് എന്ത് മാരക അസുഖം? ആ, പറയാം ഞാൻ. നഗ്നസത്യം അത് വേണ്ട, ആ സത്യം. അവർക്ക് വട്ടച്ചൊറിയാണ് രണ്ടുപേർക്കും. വട്ടച്ചൊറിയാ? വാട്ട് ഈസ് വട്ടച്ചൊറി? വട്ടച്ചൊറിയെ പറ്റി കേട്ടിട്ടില്ലേ? ഓ, വട്ടച്ചൊറി അതൊരു മാരക അസുഖമാണ്. അത് വട്ടത്തിൽ ചൊറിഞ്ഞ് തടിച്ച് പഴുത്ത് വികൃതമായി അടുത്ത് ചെല്ലുന്നവർക്കെല്ലാം അത് പടരും. ഓ, അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും ആയത്. അയ്യോ എൻ്റെ ജെക്കെ, അങ്ങനെ ഞാൻ ഇതിൽ നിന്ന് എങ്ങനെ ഒന്ന് രക്ഷപ്പെടുത്തിയെടുക്കും? അങ്ങനെ മാറ്റിയെടുക്കാനൊന്നും പറ്റത്തില്ല. ഇത് പെട്ടെന്നൊന്നും ഈ അസുഖം വന്നാൽ പോത്തില്ല. നിങ്ങൾ സൂക്ഷിച്ചോ. ഞാൻ പറയാനുള്ളത് പറഞ്ഞ് ഞാൻ പോവുക. വട്ടച്ചൊറി കേട്ടിട്ട് തന്നെ എന്തോ പോലെ. അവർക്ക് വേറെന്തെങ്കിലും അസുഖം വന്നാൽ പോരായിരുന്നോ? ഇതെന്താ കാണിക്കുന്നത്? ആരെങ്കിലും കണ്ടുകൊണ്ട് വന്നാ? അതിനെന്താ, ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ മടിയിലല്ലോ കിടക്കുന്നത്. പിന്നെന്താ? പിന്നൊരു കാര്യം, രാത്രിത്തെ കാര്യം മറക്കണ്ട. നീ എഴുന്നേറ്റ് ആരോ വരുന്നുണ്ടെന്ന് തോന്നുന്നു. നിങ്ങളോ? നിങ്ങളെന്താ ഇവിടെ? അതും 1 മൈൽ അകലെ മാറി നിൽക്കുന്നു. എന്താ കാര്യം? ഞങ്ങൾ നിങ്ങളുടെ മാരക അസുഖത്തിനുള്ള ഈ മരുന്നുമായിട്ട് വന്നതാ. മാരക അസുഖമോ? ഞങ്ങൾക്കോ? ഞങ്ങളെല്ലാം അറിഞ്ഞു. വിഷമിക്കണ്ട, അത് മാറാനുള്ള മരുന്നുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എന്നാ ഈ മരുന്ന് തേച്ചാൽ എല്ലാം പെട്ടെന്ന് തന്നെ മാറും. മരുന്നോ? ഇത് എന്തിനുള്ള മരുന്നാ? ആ, ഇത് വട്ടച്ചൊറിക്കുള്ള. വട്ടച്ചൊറിയോ? ആർക്കുള്ള മരുന്ന്? നിങ്ങൾക്ക് വട്ടച്ചൊറിയാണെന്ന് ജാക്സൺ ഞങ്ങളോട് പറഞ്ഞായിരുന്നു. നിങ്ങൾ അതോർത്ത് വിഷമിക്കണ്ട, ഞങ്ങൾക്കെല്ലാം മനസ്സിലായി. ഞങ്ങൾക്കും അത് പടരുമെന്ന് വെച്ചല്ലേ നിങ്ങൾ ഞങ്ങളെ റിജക്റ്റ് ചെയ്തത്. നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഞങ്ങൾ നിങ്ങളോട് പറയാതെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഞങ്ങൾ എല്ലാം ഞങ്ങളുടെ പേരൻസിനോട് പറഞ്ഞു. അവർ നാളെ തന്നെ നമ്മളുടെ 4 പേരുടെയും കല്യാണം ഉറപ്പിക്കാൻ വരുന്നുണ്ട്. കല്യാണം ഉറപ്പിക്കാൻ? ആരുടെ? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതാ. ഇവനെന്താ ഈ പറഞ്ഞതിപ്പോ? നിങ്ങളുടെ കല്യാണം കഴിഞ്ഞോ? എപ്പോ? ആരുമായിട്ട്? ആ, അത് ഞാൻ പറഞ്ഞു തന്നാ മതിയോ? ഞങ്ങൾ രണ്ടുപേരും കൂടെ. ഇവൻ എൻ്റെ ഹസ്ബൻഡ്, ഞാൻ അവൻ്റെ ഹസ്ബൻഡ്. എന്താ ഇനി തെളിവിന് മാരേജ് സർട്ടിഫിക്കറ്റ് വല്ലതും കാണണോ? എന്നാ ഇതാ കണ്ടോ. ജെക്കെ, നിനക്കിപ്പോൾ സമാധാനമായില്ലേ? നീ പേടിച്ചതുപോലെ ഓഫീസിൽ എല്ലാവരും നമ്മുടെ കാര്യം അറിഞ്ഞപ്പോൾ പ്രോബ്ലം ഒന്നും ഉണ്ടായില്ലല്ലോ. എല്ലാവരും നമ്മളെ അംഗീകരിച്ചില്ലേ? നീ ഇപ്പോൾ ഹാപ്പിയല്ലേ? ഒത്തിരി ഹാപ്പിയാണ്. ആണോ? എന്നാൽ നമുക്ക് തുടങ്ങിയാലോ? വെറുതെ ഇങ്ങനെ കിടന്നാൽ മതിയോ? ഇന്നത്തെ നൈറ്റ് ഒന്ന് ആഘോഷിക്കണ്ടേ? ജെക്കെ, എന്നാൽ തുടങ്ങിയാലോ നമുക്കങ്ങോട്ട്? ജെക്കെ, നിന്റെ എല്ലാം ഇല്ലേ? സോറി, ഇപ്പം കഴിയും. സോറി, എനിക്ക് പറ്റുന്നില്ല.
ചേക്ക് ഹലോ കൂട്ടുകാരെ, എന്ത് നോക്കിയിരിക്കുക? സ്റ്റോറി കഴിഞ്ഞു. അപ്പോൾ ബായ്. അപ്പോൾ കൂട്ടുകാരെ ബായ്. സ്റ്റോറി കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി താങ്ക്സ്. അപ്പോൾ ബായ്.